ഇനി നമ്മൾ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്ന മിക്ചുറിഷൻ. മിക്ചുറിഷൻ ഈസ് നത്തിങ് ബട്ട് എലിമിനേഷൻ ഓഫ് യൂറിൻ. യൂറിന്റെ എലിമിനേഷൻ പറയുന്ന പേരാണ് മിക്ചുറിഷൻ കേട്ടോ. അപ്പൊ ഇവിടെ മിക്ചുറിഷൻ നടക്കുന്നത് നമുക്കറിയാം, നെഫ്രോൺ ഫിൽട്ടർ ചെയ്ത് പോകുന്ന ഫിൽട്രേറ്റ്, അതായത് യൂറിൻ ആയിട്ട് കളക്ട് ചെയ്യുന്ന കളക്ടിങ് ഡക്റ്റിലേക്കാണ് അല്ലെ. ഇതേപോലെ കളക്ടിങ് ഡക്റ്റിലേക്ക് കുറെ നെഫ്രോൺസിന്റെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ കളക്ടിങ് ഡക്ട് എല്ലാം കൂടെ കൂടിയിട്ട് ഡക്ട് ഓഫ് ബെല്ലിനി എന്ന് പറയുന്ന ഒരു കോമൺ ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്ന റീനൽ പെൽവിസ് റീജിയനിലേക്കാണ്. റീനൽ പെൽവിസ് റീജിയൻ എന്ന് പറയുന്ന ബ്രോഡ് ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ ഹൈലം റീജിയൻ. ഹൈലം റീജിയനിലേക്ക് ഓപ്പൺ ചെയ്യുന്ന തരത്തിൽ കാണുന്ന ഒരു ബ്രോഡ് ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ നമ്മൾ ആദ്യം ഡയഗ്രാം വരച്ചപ്പോൾ കാണിച്ചതില്ലേ. ആ റീനൽ പെൽവിസ് റീജിയനിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഡക്ട് ഓഫ് ബെല്ലിനി അത് ജോയിൻ ചെയ്യുന്ന യൂറിറ്ററിലേക്കാണ്. യൂറിറ്റർ ഏകദേശം 25 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള രണ്ട് യൂറിറ്റർ, രണ്ട് കിഡ്നിയിൽ നിന്ന് നമുക്ക് യൂറിനറി ബ്ലാഡറിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. യൂറിനറി ബ്ലാഡറിലേക്ക് ഈ യൂറിൻ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യൂറിനറി ബ്ലാഡറിന് കുറച്ച് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് കവേർഡ് ബൈ സ്മൂത്ത് മസിൽ. അത് ഉണ്ടാക്കിയിട്ടുള്ള സ്മൂത്ത് മസിൽ കൊണ്ടാണ്. അതുപോലെ തന്നെ യൂറിനറി ബ്ലാഡറിന്റെ ഉൾഭാഗം ല്യൂമൻ വന്നിട്ട് കവർ ചെയ്തിട്ടുള്ളത് ട്രാൻസിഷണൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ട്രാൻസിഷണൽ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഉള്ളില് സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ യൂറിനറി ബ്ലാഡർ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രെച്ച് റിസപ്റ്റേഴ്സിന് സ്ട്രെച്ച് ഫീൽ ചെയ്യും, അതായത് ഒരു pressure feel ചെയ്യും. That pressure, that stretch receptors, it receive that message or that stretch and it will pass that to central nervous system. നമ്മുടെ central nervous systemത്തിലേക്ക് അത് മെസ്സേജ് കൊടുക്കും. Central nervous system, it will give the message to the smooth muscle of the urinary bladder. Urinary bladderലെ smooth muscle-ന്റെ urinary bladder-ന്റെ smooth muscle-ലേക്ക് അത് മെസ്സേജ് കൊടുക്കും for the contraction of the urinary bladder. ഈ urinary bladder ഓപ്പൺ ചെയ്യുന്ന യൂറിത്ര ഭാഗത്തേക്കാണ്. യൂറിത്രയ്ക്ക് രണ്ട് സ്പിൻറ്റർ മസിൽസ് ഉണ്ട്, സ്പിൻറ്റർ വാൽവ്സ് ഉണ്ട്. അത് ഒന്ന് ഇന്റേണൽ സ്പിൻറ്റർ വിച്ച് ഈസ് ഇൻവോളണ്ടറി, വൺ ഈസ് എക്സ്റ്റേണൽ സ്പിൻറ്റർ. യൂറിനറി ബ്ലാഡർ കൺട്രാക്ഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ സ്പിൻറ്റർ ഇറ്റ് വിൽ അണ്ടർഗോ റിലാക്സേഷൻ, അത് വന്നിട്ട് ഓപ്പൺ ആവും. അപ്പൊ എന്താവെന്ന് വെച്ചാൽ യൂറിൻ പാസസ് ത്രൂ ദ യൂറിത്ര ആൻഡ് റീച്ചസ് ടിൽ ദ എക്സ്റ്റേണൽ യൂറിനറി സ്പിൻറ്റർ. എക്സ്റ്റേണൽ യൂറിത്രൽ സ്പിൻറ്ററിൽ എത്തിക്കഴിഞ്ഞു, യൂറിനറി അല്ല യൂറിത്രൽ സ്പിൻറ്റർ. എക്സ്റ്റേണൽ യൂറിത്രൽ സ്പിൻറ്റർ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്, ദാറ്റ് ഈസ് വോളണ്ടറി സ്പിൻറ്റർ ആണ്. ആൻഡ് വെൻ micturition feeling comes, the external sphincter muscle, when it get opened, the removal of urine it will take place. അതായത് യൂറിനറി ബ്ലാഡറിന്റെ കൺട്രാക്ഷൻ നടന്ന് ഈവൻ ദോ ദ ഇന്റേണൽ ഇൻവോളണ്ടറി മസിൽ ഓപ്പൺ ആയാൽ പോലും പുറത്തേക്കുള്ള എക്സ്റ്റേണൽ സ്പിൻറ്ററിനെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യും. അതേപോലെ തന്നെ മിക്ചുറേഷന്റെ സമയത്ത് മാത്രം അത് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. So here we can say around 1 to 1.5 liter of urine can be eliminated per day by a human being. ഒരു ദിവസത്തിൽ 1.5 ലിറ്റർ യൂറിൻ എലിമിനേറ്റ് ചെയ്യും. അതിന്റെ യൂറിന്റെ കളർ വന്നിട്ട് ഒരു പെയിൽ യെല്ലോ കളർ ആയിരിക്കും. അതേപോലെ ഇറ്റ് ഈസ് വെരി ക്ലിയർ. യൂറിൻ എപ്പോഴും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ ഒരിക്കലും എന്താ പറയാ ചില സെൽസോ അല്ലെങ്കിൽ ഒരു ടർബിഡിറ്റിയോ അങ്ങനെയൊന്നും കാണില്ല. അതിൻ്റെ അകത്ത് WBC കാണുമ്പോഴാണ് നമ്മൾ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ WBCയുടെ കൗണ്ട്, അതായത് പസ് സെൽസ് എന്ന് പറയുന്ന WBCയുടെ കൗണ്ട് ഉള്ളപ്പോഴാണ്. അപ്പൊ നമ്മൾ യൂറിൻ എടുത്ത് നോക്കിയാൽ അറിയാം നമുക്ക് അത് ടർബിഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ യൂറിൻ കലങ്ങിയ പോലെ ഇരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ക്ലിയർ ഫ്ലൂയിഡ് ആയിരിക്കും നോർമൽ ആയിട്ടുള്ള യൂറിന്. അതേപോലെ യൂറിൻ ഇറ്റ് വിൽ ബി ഹാവിങ് എ പെയിൽ യെല്ലോ കളർ. അതിന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന അനുസരിച്ച് ആ യെല്ലോ കളർ കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ നമുക്ക് അതിന്റെ pH നോക്കിയാൽ ഇറ്റ് വിൽ ബി സ്ലൈറ്റ്ലി അസിഡിക് pH, ദാറ്റ് ഈസ് 6 ഈസ് ദ pH ഓഫ് യൂറിൻ. ആൻഡ് ഈ യൂറിന് ഒരു ക്യാരക്ടറിസ്റ്റിക് ഓർഡർ ഉണ്ട്, ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. അതിനൊരു ഒരു ബാഡ് സ്മെല്ലായിട്ട് വരുന്ന എപ്പോഴാന്ന് ചോദിച്ചാല് യൂറിയ, നമ്മുടെ യൂറിന്റെ ഉള്ളിലെ എക്സ്ക്രീറ്ററി വേസ്റ്റ് എന്താണ്? യൂറിയ ആണ് അല്ലെ. ഈ യൂറിയ പുറത്തേക്ക് വന്ന് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് അത് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് എന്തായിട്ട് മാറുന്നതെന്ന് അറിയോ? അതിനൊരു രൂക്ഷഗന്ധമായിട്ട് മാറുന്നത്. Around 25 to 30 grams of urea will be eliminated per day by a human. ഏകദേശം 25 മുതൽ 30 ഗ്രാം യൂറിയ ഒരു ദിവസം എലിമിനേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇഫ് എനി ചില കണ്ടീഷൻസ് ഈ യൂറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പല അസുഖങ്ങളും കണ്ടുപിടിക്കാറുണ്ട്. ലൈക്ക് ഇഫ് ദ കീറ്റോൺ ബോഡീസ് ആർ പ്രസന്റ് ഇൻ
urine or the glucose molecule is, if it is present in urine, from that we can understand diabetes mellitus is seen in that person. Diabetes mellitus affect ആയിട്ടുള്ള ഒരാളുടെ ഇതിനകത്താണ്, യൂറിനകത്താണ് സാധാരണ ഗ്ലൂക്കോസ് മോളിക്യൂളും അതുപോലെ തന്നെ കീറ്റോൺ ബോഡീസ് ഒക്കെ കാണാം. അപ്പൊ നമ്മൾ യൂറിൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് സർട്ടൺ ഡിസീസസ് ഓൾസോ. നമ്മുടെ ചില ഡിസീസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് നമ്മൾ യൂറിൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂറിനറി ട്രാക്റ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂറിനാണ് കളക്ട് ചെയ്യുക. യൂറിൻ കളക്ട് ചെയ്ത് ആ യൂറിൻ ടർബിഡ് ആണെന്നുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് പസ് സെൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് ഇൻഫെക്ഷൻ ഇൻ അവർ ബോഡി. ആ പസ് സെൽസ് എന്ന് പറയുന്ന WBC അതെന്താ അത് നമ്മുടെ യൂറിനിൽ കാണാൻ കാരണം എന്ന് വെച്ചാല് യൂറിനില് പസ് സെൽസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇറ്റ് ഒക്കേഴ്സ്, ആ ട്രാക്റ്റിലുള്ള ഇൻഫെക്ഷനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് WBC അങ്ങോട്ട് മൂവ് ചെയ്യും ഡയാപെഡിസിസ് വഴി. ഡയാപെഡിസിസ് എന്ന് പറയുന്നത് എന്താ, WBC ബ്ലഡ് കാപ്പിലറീസിന്ന് സ്ക്യൂസ് ചെയ്ത് പുറത്തേക്ക് അതിന്റെ വർക്ക് സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു സ്ക്യൂസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ഡയാപെഡിസിസ്. അപ്പൊ ഡയാപെഡിസിസ് വഴി ബ്ലഡ് കാപ്പിലറീസിന്ന് പുറത്ത് വന്നിട്ടുള്ള ഈ WBC ഇറ്റ് വിൽ ബി വർക്കിംഗ് ഇൻ ദ യൂറിനറി ട്രാക്റ്റിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടാവും. ആ WBCനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പസ് സെൽസ് ആയിട്ട് കാണുന്നത് കേട്ടോ. സോ ദിസ് ഈസ് ഫ്രം ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഈസ് ദെയർ. അതേപോലെ ഷുഗർ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ രോഗം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, അതായത് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഗ്ലൂക്കോസ് ഇതിനകത്ത് കാണുന്ന കണ്ടീഷൻ, യൂറിനകത്ത് കാണുന്ന കണ്ടീഷനാണ് ഗ്ലൈക്കോസൂറിയ എന്ന് പറയുന്നത്. അതുപോലെ കീറ്റോൺ ബോഡീസ് കാണുന്നതിനെയാണ് കീറ്റോനൂറിയ എന്ന് പറയുന്നത്. ഓക്കെ, now ഇനി നമുക്ക് പഠിക്കാനുള്ള റോൾ ഓഫ് അതർ ഓർഗൻസ് ഇൻ ദ എക്സ്ക്രീഷൻ. എക്സ്ക്രീഷനിൽ വേറെ പല ഓർഗൻസും നമ്മുടെ ബോഡിയിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് ഓർഗൻസിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതർ ദാൻ കിഡ്നി, ലങ്സ് ഈസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ എക്സ്ക്രീഷൻ. ലങ്സിൽ കൂടെ എലിമിനേറ്റ് ആയി പോകുന്ന എന്തൊക്കെയാണ്, carbon dioxide. Around 200 ml of carbon dioxide will be eliminated by the lungs per minute. 200 ml carbon dioxide ഓരോ മിനിറ്റിലും നമ്മുടെ ലങ്സ് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. അതേപോലെ സിഗ്നിഫിക്കന്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈസ് ഓൾസോ എലിമിനേറ്റഡ് ത്രൂ അവർ ലങ്സ്. നമ്മുടെ ബോഡിയിൽ ഒരു ഹ്യൂമിഡിറ്റി, അതായത് ഒരു എന്താ പറയാ മോയ്സ്ചർ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട് ലങ്സ്. അതേപോലെ ലിവർ ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് present in our body and it secrete bile which contain bile pigment and bile salt. അതുപോലെ അതിനകത്ത് കൊളസ്ട്രോൾ ഉണ്ട്, കൊളസ്ട്രോൾ, സ്റ്റിറോയിഡ്, ഹോർമോൺസ്, വിറ്റാമിൻസ്, ഡ്രഗ്സ്, ദീസ് ഓൾ വിൽ ബി എലിമിനേറ്റഡ് ത്രൂ ദ ബൈൽ. ബൈൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഫാറ്റിന്റെ എമൽസിഫിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ ലിപ്പേസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബൈൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിവർ എക്സ്ക്രീറ്റ് ചെയ്യുന്ന എല്ലാ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റും നമ്മുടെ ഫീക്കൽ മാറ്ററിൽ കൂടി ആയിരിക്കും എലിമിനേറ്റ് ആയി പോവാ. അതുപോലെ നെക്സ്റ്റ് വൺ ഈസ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്. സ്വെറ്റ് ഗ്ലാൻഡ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡീനെ ഒരുപാട് ചൂടുള്ള സമയത്ത് നമ്മുടെ ബോഡീനെ തണുപ്പിക്കാനുള്ള ഒരു ഗ്ലാൻഡാണ് സ്വെറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ആ സ്വെറ്റ് ഗ്ലാൻഡ് വന്നിട്ട് നമ്മുടെ ബോഡിയെ തണുപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ അൺനെസസറി ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ്, അപ്പൊ ആവശ്യമില്ലാത്ത സോഡിയം ക്ലോറൈഡും വാട്ടറി ഫ്ലൂയിഡിനെയും അതുപോലെ തന്നെ സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ, ലാക്റ്റിക് ആസിഡ് ഇതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വെറ്റ് ഗ്ലാൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂറിയനെയും ലാക്റ്റിക് ആസിഡിനെയും സോഡിയം ക്ലോറൈഡിനെയും അൺവാണ്ടഡ് വാട്ടർ ഇതെല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് ഡ്യൂ ടു സ്വെറ്റ്. ഇനി സെബേഷ്യസ് ഗ്ലാൻഡ്. സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബോഡിയിൽ സെബം സെക്രീറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ടീനേജ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് കുറച്ച് ഓയിലി ഒക്കെ ആവാൻ തുടങ്ങും അല്ലെ. ആ ഓയിലി സെക്രീഷൻസ് ദാറ്റ് ഈസ് ഫ്രം അവർ ബോഡി. ഇത് നമ്മുടെ ബോഡിയിലുള്ള എക്സ്ട്രാ ഉള്ള സ്റ്റിറോൾസ്, ഹൈഡ്രോ കാർബൺസ്, അതുപോലെ വാക്സസ് ഇതൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നതാണ് സെബം. ഈ സെബേഷ്യസ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആണ്, നമ്മുടെ സ്കിന്നിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആണ്. പക്ഷെ ഇതുകൊണ്ട് കുറെ ബാഡ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്താന്ന് വെച്ചാൽ ഈ സ്റ്റിറോയിഡ്സും അതുപോലെ തന്നെ വാക്സ് ഒക്കെ, ഹൈഡ്രോ കാർബൺസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് സെക്രീറ്റ് ചെയ്ത് കളയുമല്ലോ. അത് നമ്മുടെ സ്കിന്നിൽ വളരുന്ന നോർമൽ ആയിട്ടുള്ള ബാക്ടീരിയക്ക് അതിനൊരു എന്താണ് ഫുഡാണത്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ബാക്ടീരിയ ദേ വിൽ സ്റ്റാർട്ട് പെനട്രേറ്റിംഗ് ഇൻസൈഡ് ദ സ്കിൻ ആൻഡ് ദേ വിൽ
they will start eating this sebum. Sebaceous gland secrete ചെയ്യുന്ന sebum തിന്നിട്ട് അത് അവിടെ ജീവിക്കാൻ തുടങ്ങും. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പസ് ഫോം ചെയ്യും, നമ്മുടെ ബോഡി അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ തുടങ്ങും. അപ്പൊ പസ് ഫോം ചെയ്യും, അവിടെ പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആക്നെയുടെ കാരണമായിട്ടുള്ള ഒരു ഇതാണ് സെബം സെക്രീഷൻ. പക്ഷെ ആ സെബം സെക്രീഷൻ അത് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാതെ കുറെ സ്റ്റിറോയിഡ്സും ഹൈഡ്രോ കാർബൺസും ഒക്കെ കെട്ടിക്കിടക്കും. അത് നമ്മുടെ ബോഡിക്ക് ദൂഷ്യം ചെയ്യും. അപ്പൊ എക്സ്ക്രീഷന് വേണ്ടിയിട്ടും അതും ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ചുരുക്കം. ഓക്കെ, അതുപോലെ നമുക്കറിയാം ഈവൻ ദ സലൈവ ഓൾസോ എലിമിനേറ്റ് സർട്ടൻ waste from our body. Okay, so this is all about the role of other organs in excretion. ഞാൻ അതിന്റെ നോട്ട് ഒന്നും എഴുതിയിട്ടില്ല. അതേപോലെ തന്നെ ഇതിന്റെ മിക്ചുറേഷന്റെയും നോട്ട് ഞാനൊന്നും എഴുതിയിട്ടില്ല. ഞാൻ ആ ട്രാൻസിഷണൽ എപ്പിത്തീലിയൽ ടിഷ്യൂ അതൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്. പിന്നെ നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ യൂറിനറി ബ്ലാഡർ ഇഫ് ഇറ്റ് ഈസ് നോട്ട് റിസീവിങ് എനി സിഗ്നൽ ഫോർ ഇറ്റ്സ് കൺട്രാക്ഷൻ ഈവൻ after filling the urinary bladder fill ചെയ്തതിന് ശേഷം സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് മെസ്സേജ് കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് മെസ്സേജ് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ അതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ there will not be micturition to a certain extent. നമുക്ക് യൂറിനേഷൻ ഫീൽ ചെയ്യില്ല, കുറെ നേരത്തേക്ക് യൂറിനേഷൻ ഫീൽ ചെയ്യില്ല. then after that it will undergo overflow. പിന്നെ കുറെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്താവും, ഇതിനൊരു കപ്പാസിറ്റി ഉണ്ട്, യൂറിനറി ബ്ലാഡറിന്റെ കപ്പാസിറ്റി ഉണ്ട്, അതിന് മേലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങും കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളതാണ്. Now next one which we have to study, disorders of the excretory system, that we will see in the next session.